ആദായനികുതി വ്യവസ്ഥ പരിഷ്കരിച്ചു. പുതിയ സ്കീമിൽ ഇളവ് പരിധി 50,000-ൽ നിന്ന് 75,000 ആക്കി. 3 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. പഴയ സ്ലാബിൽ ഉൾപ്പെട്ടവർക്ക് മാറ്റവുമില്ല. Second, in the new tax regime, the tax rate structure is proposed to be revised as follows: 0 to 3 lakh rupees, nil; 3 to 7 lakh rupees, 5%; 7 to 10 lakh rupees, 10%; 10 to 12 lakh rupees, 15%; 12 to 15 lakh rupees, 20%; and above 15 lakh rupees, 30%. As a result of these changes, a salaried employee in the new tax regime stands to save up to 17,500 rupees in income tax. ബജറ്റിന് ശേഷം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഏതൊക്കെ സാധനങ്ങൾക്ക് വില കൂടും, ഏതൊക്കെ സാധനങ്ങൾക്ക് വില കുറയും എന്നുള്ളതാണ്. സ്വർണം, വെള്ളി ആഭരണങ്ങൾക്കും മൊബൈൽ ഫോണുകൾക്കും വില കുറയും. 3 ഇനം ക്യാൻസർ മരുന്നുകൾ, തുകൽ, തുണിത്തരങ്ങൾ, ഗാർഹിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയ്ക്കും വില കുറയും. പ്ലാസ്റ്റിക്കിന്റെ വില കൂടുകയും ചെയ്യും. Mobile phone and related parts, with a 3-fold increase in domestic production and almost a 100-fold jump in exports of mobile phones over the last 6 years, the Indian mobile industry has matured. In the interest of consumers, I now propose to reduce the BCD on mobile phone, mobile PCBA, and mobile charger to 15%. Medicine and medical equipments. To provide relief to cancer patients, I propose to fully exempt 3 more medicines from customs duties. യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി തൊഴിൽ നൈപുണ്യ വികസനവും ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കുള്ള പ്രോത്സാഹനവുമാണ് ബജറ്റിലെ മറ്റ് സവിശേഷതകൾ. ആർ രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ആർക്കെ, ആദ്യം പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിലേക്ക്. ഒന്ന്, നികുതി നിയമത്തിൽ സമഗ്രമായ പരിഷ്കരണം വേണം എന്നുള്ള നിർദ്ദേശം ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. അത് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾക്കാണ് വഴിവെക്കുക എന്നുള്ളത് പ്രധാനമാണ്. മറ്റൊന്ന്, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വേർഷനാണ്. ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ ഗതാഗത സൗകര്യം, റോഡ്, വിമാനത്താവളം പോലുള്ള വികസനങ്ങൾക്കായി വലിയ നീക്കിവെക്കലുകൾ ഉണ്ടാകുന്നു. അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ പദ്ധതികൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷം ഭരിക്കുന്ന കേരളം, കർണാടക, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളെ പ്രത്യേകമായി പരാമർശിക്കുന്നില്ല എന്നുള്ള വിമർശനം ശക്തമായി പ്രതിപക്ഷം ഉയർത്തുന്നു. ഈ 2 കാര്യങ്ങളെ എങ്ങനെയാണ് കാണേണ്ടത് ആർക്കെ? ഇതിൽ ആദ്യത്തേത് ആദായനികുതി ആണ്. ആദായനികുതിയുമായി ബന്ധപ്പെട്ട് നമ്മളത് കാണുമ്പോൾ ധനമന്ത്രിയുടെ പ്രഖ്യാപനം വലിയ മാറ്റങ്ങളും ചലനങ്ങളും ഗുണവും ഒക്കെ ഉണ്ടാക്കും എന്ന് പറയാമെങ്കിലും വളരെ കൗശലപൂർണമായിട്ടുള്ള ഒരു നിലപാടാണ് ധനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ സ്കീമിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളത് കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യങ്ങളിൽ ഒന്നാണ്. ഈ പുതിയ തുടരണം. കെ രാധാകൃഷ്ണൻ എം പി ഇപ്പോൾ 24 സംസാരിക്കുന്നുണ്ട്. അതിൽ വിഷയം സഭയിൽ ഉന്നയിച്ചു. ഈ പ്രളയം ബാധിച്ച ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെ സ്പെഷ്യൽ പാക്കേജ് നൽകുമ്പോഴാണ് കേരളത്തോട് അവഗണന. പ്രളയം ബാധിക്കാത്ത സ്ഥലത്ത് പ്രളയം ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാൻ വേണ്ടിയുള്ള അഡ്വാൻസ് ആയിട്ട് സംഖ്യ കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രളയം ബാധിച്ച് ദുരിതം അനുഭവിക്കുന്ന കേരളത്തെ അവഗണിക്കുന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ കേരളത്തോടും അതുപോലെ തന്നെ തങ്ങൾക്ക് അനുകൂലമല്ലാതെ നിൽക്കുന്ന ജനതയോടും ഒരു തരത്തിലുള്ള അവഗണന, വിവേചനമൊക്കെ കാണിക്കുകയാണ്. തങ്ങളോടൊപ്പം നിൽക്കാത്തവരെല്ലാം കേരളത്തിന് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടിയില്ല എന്നുള്ള വിമർശനം കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഉയർത്തുകയാണ്. കെ രാധാകൃഷ്ണൻ 24 സംസാരിക്കുകയായിരുന്നു. ആർ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. ആർക്കെ തുടരാം. ആർക്കെ, ഇതില് കൗശലപൂർണമായിട്ടുള്ള ഒരു അതൊക്കെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. ഒരു കടുത്ത അവഗണന തന്നെയാണ് കേരളത്തിൽ ഈ ആർക്കെ തുടരണം. കെ സുധാകരൻ, ഞങ്ങളൊക്കെ പലതും പ്രതീക്ഷിച്ചിരുന്നു. ഒരു നല്ല മുൻകരുതൽ, ഒരു തയ്യാറെടുപ്പ് ഈ ഗവൺമെൻറ് ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ശസ്ത്രക്രിയ വേണ്ടയിടത്ത് ഒരു മേൽനോട്ടത്തിലുള്ള ചികിത്സയാണ്. അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ ആ ചികിത്സയല്ല വേണ്ടത്, ഇവിടെ ശസ്ത്രക്രിയ വേണം. സാമ്പത്തിക രംഗത്തുള്ള പോരായ്മകൾ പരിഹരിച്ച് എല്ലാ സംസ്ഥാനത്തും അവർക്ക് വിഹിതം കൊടുക്കാൻ സാധിക്കണം. ഇതിപ്പോൾ ഒരു 3-4 സംസ്ഥാനത്തേക്ക് മാത്രമുള്ളൊരു ബഡ്ജറ്റായിട്ട് ആ ബഡ്ജറ്റിനെ നമ്മളെല്ലാം വിലയിരുത്തുന്നത് ഘടകകക്ഷികൾക്ക് മാത്രമായി ഘടകകക്ഷികൾക്ക് മാത്രമാണ്. അത് 3-4 സംസ്ഥാനത്തുള്ള ഘടകകക്ഷികൾ
അവർക്ക് മാത്രമാണ്, വേറെ ആർക്കും ഒന്നുമില്ല. എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളം ആവശ്യപ്പെട്ടു. കേരളത്തിന് വേണ്ട പരിഗണന കിട്ടിയില്ല എന്നുള്ള വിമർശനം ശക്തമാക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ. ആർ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. ആർ കെ സംസാരിക്കുന്നതിനിടയിലാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ പോയത്. തുടരാം ആർ കെ. ഇതിൽ ഈ ആദായ നികുതി ഘടനയുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി കൈക്കൊണ്ട നിലപാട് ഒരുപക്ഷെ നമ്മൾ അതിന് വിലയിരുത്തുമ്പോൾ വലിയ രീതിയിൽ ഉള്ള ഗുണം ഈ പ്രഖ്യാപനം വഴി ഉണ്ടാകും എന്ന് നമുക്ക് കരുതേണ്ടി വരും. പക്ഷേ രാജ്യത്തെ രണ്ട് രീതിയിലുള്ള നികുതി സമ്പ്രദായമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പഴയ ആദായ നികുതി സമ്പ്രദായവും പുതിയ ആദായ നികുതി സമ്പ്രദായവും. പഴയ ആദായ നികുതി സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് ഉള്ളവർക്ക് റിട്ടേണുകൾ അടക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് അറിയാം. എന്നാൽ പുതിയ നികുതി സമ്പ്രദായത്തിലേക്ക് മാറിയവർക്ക് ആ വിധത്തിൽ റിട്ടേണുകൾ ലഭിക്കാതെ പകരം കൂടുതൽ പണം അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അത് സംബന്ധിച്ച വിമർശനങ്ങളും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ധനമന്ത്രി തന്ത്രപൂർവ്വമായിട്ട് ഇപ്പോൾ ഈ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. 3 ലക്ഷം രൂപ വരെ, അത് പുതിയ സ്കീമിലേക്ക് മാറിയവർക്ക് 3 ലക്ഷം രൂപ വരെ ഈ ആദായ നികുതി ഇല്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അതിനുശേഷം 5% എന്ന രീതിയിലും 7 ലക്ഷത്തിന് ശേഷം 10% എന്ന രീതിയിലും നികുതി മാറുന്നു എന്നുള്ളതാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നികുതി ഘടനയിലേക്ക് മാറാൻ ആളുകളെ, യുവാക്കളെ, തൊഴിലാളികളെ ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു നിർദ്ദേശമാണ് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. അത് വളരെ തന്ത്രപരമായി അവതരിപ്പിക്കുന്നത് അവർ വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. രണ്ടാമത്തത്, ഈ നികുതിയുടെ ആനുകൂല്യം, കോർപ്പറേറ്റ് നികുതിയുടെ ആനുകൂല്യം നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വിദേശ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ സംരംഭങ്ങൾ തുടങ്ങുന്ന ഘട്ടത്തിൽ 30% എന്ന വിധത്തിലേക്ക് ആനുകൂല്യം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിൽ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഗുണമാകുന്ന പ്രഖ്യാപനമാണ്. നമ്മുടെ സ്റ്റാർട്ടപ്പുകളെ വിഴുങ്ങാനായി ഇപ്പോഴും പല വിദേശ കമ്പനികളും ശ്രമിക്കുന്നു എന്ന ഒരാക്ഷേപം നിലനിൽക്കുമ്പോൾ അവരുടെ നീക്കങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് വഴി കൂടുതൽ ബലം നൽകുന്നതാണ് ധനമന്ത്രിയുടെ ഈ ഇടപെടൽ പ്രഖ്യാപനം എന്നത് പറയാം. പ്രത്യേകിച്ച് കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ഇമ്പാക്ട് വളരെ വലുതായിരിക്കും. നമ്മുടെ ഒരുപക്ഷെ പൊതുമേഖല സ്ഥാപനങ്ങളുടെ രീതിയിൽ നിലനിൽക്കുന്ന IT സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ IT പാർക്കുകൾക്കോ ഇതിന്റെ ഒരു പരിധിയിലേക്ക് നമ്മുടേതായിട്ടുള്ള സംരംഭങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു ന്യൂനത എന്ന രീതിയിൽ വിലയിരുത്തേണ്ടി വരും. ഇതിന്റെ മറുവശത്ത് ഈ വിദേശ സംരംഭങ്ങൾ കൂടുതൽ ഇന്ത്യയിലേക്ക് വരും എന്നുള്ളത് ഒരു ഗുണവശമായി തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യത്തെ കാണുക മാത്രമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുക. ഒപ്പം ഈ EPFOയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, ജോലി ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആദ്യ ശമ്പളം സർക്കാർ നൽകുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഈ മേഖലകൾക്ക് അല്ലെങ്കിൽ ഈ സംരംഭകർക്ക് കൂടുതൽ ആവേശം നൽകുന്ന ഒരു പ്രഖ്യാപനം എന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ വർഷത്തെ രണ്ടാമത്തെ ഈ ഇടക്കാല ബഡ്ജറ്റ് ഫെബ്രുവരിയിൽ അവതരിപ്പിച്ചിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ പ്രധാനമായിട്ടും വിലയിരുത്തേണ്ടത് ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു വർഷത്തെ മൊത്തം വരവ് ചെലവ് കണക്കുകൾ, പദ്ധതി നിർദ്ദേശങ്ങൾ എന്നിവ സംബന്ധിച്ചാണ്. ഒരുപക്ഷെ അടുത്ത ഫെബ്രുവരി 1 ധനമന്ത്രിക്ക് മറ്റൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇനി ഏതാനും മാസങ്ങൾ, ജൂലൈ മുതലുള്ള ഫെബ്രുവരി വരെ നീളുന്ന ഏതാനും മാസങ്ങൾ, പ്രഖ്യാപിച്ച പദ്ധതിയുടെ ആ ഒരു ദൈർഘ്യം നമ്മൾ കണക്കാക്കുമ്പോൾ ഇതിനെ ഇത്ര സമയബന്ധിതമായിട്ട് നടപ്പാക്കാൻ നമ്മുടെ പക്കൽ അതിന് അടിസ്ഥാനമായിട്ടുള്ള മിഷനറി ഉണ്ടോ അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ടുള്ള വിഹിതമുണ്ടോ എന്ന ചോദ്യം നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാരണം എന്ന് നമുക്ക് പ്രഖ്യാപനങ്ങൾ കൊണ്ട് ബഡ്ജറ്റിനെ നിറച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബഡ്ജറ്റിന് പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള യുക്തികളാണ് ഉള്ളത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ സാധിക്കുന്നതേയുള്ളൂ. അതിൽ ഒന്നാമത്തത്, ഈ നിതീഷ് നായിഡു കൂട്ടുകെട്ടുകൾക്ക് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങളും തുകകളും ആ സംസ്ഥാനങ്ങൾക്ക് നൽകിയതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തെറ്റ് എന്നുള്ളതല്ല. പക്ഷേ ഒരു ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യത്തെ സംബന്ധിച്ച് അതിന് അനുബന്ധമായിട്ടാണ് വിഹിത വിനിയോഗം നടക്കേണ്ടത്. ആ വിഹിത വിനിയോഗത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ വിഹിതം നൽകുന്ന കാര്യത്തിൽ ആ വിധത്തിലുള്ള ഒരു
ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ പാലിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അർഹതപ്പെട്ട സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മനുഷ്യ വിഭവശേഷി ഏറ്റവും കൂടുതൽ നൽകുന്ന സംസ്ഥാനം എന്ന നിലയ്ക്ക്, ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിന് ലഭിക്കേണ്ട അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സംസ്ഥാനം എന്ന നിലയ്ക്ക് ഈ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വലിയ പദ്ധതികൾ, പ്രഖ്യാപനങ്ങൾ ഇവയൊന്നും ഈ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി നിലനിൽക്കുന്നു. പ്രാതിനിധ്യം BJPക്ക് ഉള്ള സംസ്ഥാനമായി കേരളം നിലനിന്നിട്ടും മറ്റു ചില താല്പര്യങ്ങൾ അതിന് പുറത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് രാഷ്ട്രീയമായിട്ട് ആക്ഷേപമുയർത്തുന്ന വിധത്തിലാണ് ഈ ഘടന. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, രണ്ടാമത്തത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ചെറുകിട സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുവദിക്കപ്പെടുന്ന പാർക്കുകളുടെ കാര്യത്തിൽ സംസ്ഥാനത്തിന് ആ വിധത്തിലുള്ള ഒരു ഗുണം ലഭിച്ചില്ല. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങൾക്ക് യുക്തമാകുന്ന ചില നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു, അത് ഉണ്ടായിട്ടില്ല. ഈ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് 2 ഇടങ്ങളിൽ ബീഹാറിന്റെ 2 രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ, വിശകലനങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.